കടകളിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് UPI പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാറില്ലേ? Rupees 1,500 received on PhonePe. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ മൊബൈലിലും സെറ്റ് ചെയ്യാൻ സാധിക്കും, അതും ഫ്രീ ആയിട്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിലും ഏത് പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും. എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. അത് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ള ഭാഗം ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ടാകും. ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ താഴെ പ്രഫറൻസസ് എന്ന് ഇടതുവശത്തുള്ള ആദ്യത്തെ ഐക്കൺ പ്രഫറൻസസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ രണ്ട് ഭാഗത്തും ടിക്ക് മാർക്ക് ഉണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്രീസ് വോളിയം എന്ന ഈ ഒരു ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ സെൻറ്റർ നെയിം നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കേണ്ടത്? ഓൾറെഡി ഇതിൽ ഇംഗ്ലീഷിലാണ് ഉള്ളത്. അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മലയാളമാക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഭാഷയൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇംഗ്ലീഷും മലയാളം രണ്ടും സെലക്ട് ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന്. പിന്നെ ഇവിടെ പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ, ഭീം UPI അതിലൊക്കെ ഓൾറെഡി ടിക്ക് മാർക്ക് ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് അനൗൺസ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ചെയ്യേണ്ട. ഇവിടെ ടെക്സ്റ്റിന് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അത്രേ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും മറ്റൊരു ഗൂഗിൾ പേയിൽ നിന്നും എൻ്റെ ഈ ഒരു മൊബൈലിലുള്ള ഗൂഗിൾ പേയിലേക്ക് ഞാനിപ്പോൾ ₹1 ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ഇതാ ഞാൻ മറ്റൊരു മൊബൈലിൽ ഇവിടെ ₹1 പേയ്മെൻറ്റിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസാക്ഷൻ കോഡും കൊടുത്തിട്ടുണ്ട്. ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. നമുക്ക് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടോ, ഇവിടെ പേയ്മെൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കും. ഓക്കെ, പേയ്മെൻറ്റ് അവിടെ റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് കൂടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനായിട്ട് നിങ്ങൾ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആപ്പ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ബാറ്ററിയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ബാറ്ററി യൂസേജ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾവേസ് ആസ്ക് എന്ന ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് ഡോണ്ട് ഒപ്റ്റിമൈസ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാതെ വരും. അപ്പോൾ പല ആളുകൾക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു ഒപ്റ്റിമൈസ് നമ്മൾ ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് സമയത്തും വർക്കാവും. ഓക്കെ, ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ ഉള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചില മൊബൈലിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് റിസ്ക് എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമായി എടുക്കുകയൊന്നും ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് for watching. Bye.